നല്ല എരിവും പുളിയൊക്കെ ഉള്ള മീൻ മുളകിട്ടത് കൂട്ടിയിട്ട് ചോറിന് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടാവോ? അപ്പോൾ ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു മീൻ മുളകിട്ടതെന്നോ അതോ മീൻ വറ്റിച്ചതെന്നൊക്കെ പറയാവുന്ന നല്ലൊരു മീൻകറിയുടെ റെസിപ്പി തന്നെ നോക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. അതിനായിട്ടൊരു ചട്ടിയിലോട്ട് നന്നായിട്ട് പഴുത്തൊരു തക്കാളി ചേർത്ത് കൊടുക്കാം. 2-3 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും, അതുപോലെ 2-3 അല്ലി വെളുത്തുള്ളി ചതച്ചതും. ഇനി ഇതിലോട്ട് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് വേണ്ട ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചേർക്കേണ്ടത് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി നന്നായിട്ട് പിഴിഞ്ഞെടുത്ത വെള്ളമാണ്. ഇനി ഇതെല്ലാം കൂടി കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചുമന്ന കോര അല്ലെങ്കിൽ പുതിയാപ്പിള കോര, കിളിമീൻ എന്നൊക്കെ പറയുന്ന ഈ മീനാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് മീനാണോ ഉള്ളത് അത് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ മീനും ഈ മസാലയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ഗ്രേവി എത്രത്തോളം വേണം അത്രയും വെള്ളം ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അടുപ്പ് കത്തിക്കാം. ഒരു 10 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും തന്നെ കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് ചേർക്കേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയാണ്. ഉലുവാപ്പൊടി ചേർത്തതിന് ശേഷം നമുക്ക് ചട്ടി ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചുവറ്റി കൊടുക്കാം. സ്പൂൺ വെച്ച് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈ മീനെല്ലാം പൊടിഞ്ഞു പോകും. അപ്പോൾ ചട്ടി ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കറക്കി കൊടുത്താൽ മതി. ഇപ്പം മീനെല്ലാം നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാകത്തിന് വേണ്ട ഒരു ഗ്രേവിയൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചട്ടി കറക്കി കൊടുക്കാം. ആ വെളിച്ചെണ്ണയൊക്കെ എല്ലായിടത്തും ഒന്ന് എത്തട്ടെ. ഇനി ഈ കറി ഇങ്ങനെ അടച്ചു വെച്ചിട്ട് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞെടുക്കുമ്പോഴേക്കും ഈ മീനിൽ നന്നായിട്ട് പുളി എരിവൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ എളുപ്പത്തിൽ വെക്കാൻ പറ്റുന്ന മീൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കണേ. താങ്ക്